തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ നിന്ന് മോഷ്ടിച്ച കാറുമായി സംഘം പോകുന്ന CCTV ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ഗുരുവാരപ്പള്ളിയിൽ നിന്ന് മോഷ്ടിച്ച കാറുമായി കൃഷ്ണഗിരി ടോൾ ഗേറ്റ് കടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് കിട്ടിയത്. മോഷ്ടാക്കളുടെ ലക്ഷ്യം ATM കവർച്ച തന്നെയായിരുന്നു എന്ന് കൃഷ്ണഗിരി DYSP മുരളി 24-നോട് പറഞ്ഞു. ഒരു പ്രൈവറ്റ് കമ്പനിയിലെ കുക്കിംഗ് സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനമായിരുന്നു മോഷ്ടിച്ച കാർ. ഇതിനു മുമ്പും സമാനമായ ATM കവർച്ചകൾ തമിഴ്നാട് കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. അപ്പോഴൊക്കെ മറ്റൊരു ട്രക്കിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും DYSP പറഞ്ഞു. Last year the same occurrence happened in the same limit. Eco car வந்து theft ஆகுது. எகைன் வந்து ஒரு கண்டெய்னரில் வந்துட்டு அஃபென்ஸ் பண்ணுறாங்க. என்ன அஃபென்ஸ்? அந்த ATM அஃபென்ஸ், ATM பர்க்லரி. த சேம் மேவாத் கும்பல் இந்த கார் தான் ஃபாலோ பண்ணோம். சரி, இந்த கார் யார் திருடுறாங்கன்னு ஃபாலோ பண்ணால் தான் எகைன் வி கேம் டு நோ தட் ஒன் கண்டெய்னரில் two suspects came down from the lorry, that container lorry, and stolen that vehicle, that eco vehicle. തമിഴ്നാട്ടിലെ ഗുരുവാരപ്പള്ളിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. പറയൂ ശ്രീജിത്ത്. SKN, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് തമിഴ്നാട്ടിലെ ഗുരുവാരപ്പള്ളി എന്ന ഈ സ്ഥലത്ത് നമ്മൾ എത്തി നിൽക്കുമ്പോൾ പോലീസിൽ നിന്നും അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഇത് മേവാത്ത് സംഘം എന്ന ATM കവർച്ച മാത്രം, അതിൽ ATM കവർച്ച സ്പെഷ്യലിസ്റ്റുകളാണ് എന്നാണ് ഇവിടുത്തെ പോലീസുകാർ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദേശീയപാതയിലാണ്. ദേശീയപാതയ്ക്ക് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ ഗുരുവാരപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഉള്ളത്. ഈ ഗുരുവാരപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ മീറ്ററുകൾക്കപ്പുറത്ത് നിന്നാണ് ഇത്തരത്തിൽ ഇവിടെ ഈ പ്രദേശത്ത് നിന്നാണ് ഈ ഈക്കോ കാർ മോഷ്ടിച്ചുകൊണ്ട് ഈ മൂന്നംഗ സംഘം കടന്നു കളയുന്നത്. അല്പസമയം മുൻപ് DYSP C മുരളി നമ്മോട് പറഞ്ഞത് ഇവർ ഈ കാർ ഇവിടെ നിന്ന് 5 നിമിഷങ്ങൾക്കകം തന്നെ മോഷണം നടത്തി കൃഷ്ണഗിരി ടോൾ ഗേറ്റ് കടന്നു എന്നാണ് പറയുന്നത്. ഇവിടെയായിരുന്നു ആ കാർ നിർത്തിയിട്ടിരുന്നത്. നേരത്തെ DYSPയുടെ ബൈറ്റിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഒരു കുക്കിംഗ് സ്ഥാപനം എന്നായിരുന്നു. പക്ഷേ അതിൽ ചെറിയൊരു തിരുത്തുണ്ട്. കുക്കിംഗ് സ്ഥാപനമല്ല, മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുപോകുന്ന ഒരു വാഹനമായിരുന്നു, ഒരു ഈക്കോ കാറായിരുന്നു. രാവിലെ അവരെ കൊണ്ടുപോകും, തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവന്നിടും. തിരിച്ച് രാത്രി വീണ്ടും ഇവിടെ നിന്ന് കൊണ്ടുപോയി അവരെ കമ്പനിയിൽ നിന്ന് എടുത്ത് ഇവിടെ തന്നെ കൊണ്ടുവരും. ഇതിന് തൊട്ടപ്പുറത്താണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ, നേപ്പാൾ സ്വദേശികളായ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നത്. അവിടെ നിന്ന് ഈ കാർ മിനിറ്റുകൾക്കകം, അതായത് ഒരു 11:45 കൂടിയാണ്, അതായത് 11 മണിക്കും 12 മണിക്കും ഇടയിൽ 11:45 കൂടി ഈ ഒരു മോഷണം നടന്നു എന്ന നിർണായകമായ വിവരമാണ് ലഭിക്കുന്നത്. ഉടൻ തന്നെ ഈ DYSP C മുരളി ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ തൃശൂർ ACPക്ക് ഈ വിവരം കൈമാറുന്നു. അദ്ദേഹമാണ് പിന്നീട് മറ്റു തരത്തിലുള്ള അന്വേഷണം ആ മേഖലയിൽ നടത്തിയത്. കൂടാതെ കൃഷ്ണഗിരി SP പെട്ടെന്ന് തന്നെ കൊച്ചി DCPയെ വിവരം അറിയിക്കുന്നു എന്നാണ് ഇവിടെ നിന്ന് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഈ വാഹനത്തിന്റെ മുഴുവൻ CCTV ഫുട്ടേജ്, ഏതാണ്ട് ഒരു 15ഓളം CCTV ഫുട്ടേജസ് പോലീസ് പരിശോധിച്ചു. അങ്ങനെ പല മേഖലകളിൽ നിന്ന് CCTV ഫുട്ടേജസ് ലഭിച്ചു. അതിലൊന്നാണ് അല്പസമയം മുൻപ് നമുക്കും ലഭിച്ചത്. എന്തായാലും ഈ വാഹനം പകുതി വഴിയിൽ ഉപേക്ഷിച്ച് ഈ സംഘം മടങ്ങി. അപ്പോൾ തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ 2024, അതായത് കഴിഞ്ഞ വർഷം ഇതേ സമാനമായ രീതിയിൽ ഇതുപോലെ ഒരു ട്രക്കിൽ വന്ന് മറ്റൊരു വാഹനം മോഷ്ടിച്ച് ആ വാഹനത്തിലാണ് തൊട്ടപ്പുറത്തെ മേഖല ഈ സ്റ്റേഷൻ ലിമിറ്റിൽ തന്നെ ഉള്ള ഒരു ATM കവർന്ന് 20 ലക്ഷം രൂപ കവർച്ച ചെയ്തത്. ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി അത് തന്നെയാണ്. അവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ കയറ്റി വരും, അതൊരു മറ മാത്രമാണ്. അതിനുശേഷം ഇവിടെ വന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് വന്ന് ഇത്തരത്തിൽ ഗ്യാസ് കട്ടർ അടക്കമുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ATM കവരുക. ഉടൻ തന്നെ പെട്ടെന്ന് തന്നെ ഈ CCTVയിൽ പതിയാതിരിക്കാൻ മുഖംമൂടിയെല്ലാം ധരിച്ചാണ് വരിക. പെട്ടെന്ന് തന്നെ ബ്ലാക്ക് സ്പ്രേ, കറുത്ത സ്പ്രേ ഈ CCTVക്ക് മുകളിൽ അടിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ സംഘം ഇവിടെ നിന്ന് തൃശ്ശൂരിലും ഇതുപോലെ മോഷണം നടത്തിയതിനു ശേഷം ഒരു സംഘം കടന്നു കളഞ്ഞിരുന്നല്ലോ. ഇവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? മേവാത്ത് സംഘം എന്ന പേര് തന്നെ ഹരിയാനയിലെ ഒരു തിരുട്ടു ഗ്രാമം എന്നൊക്കെ വിളിക്കാവുന്ന മേഖലയാണ് ഈ മേവാത്ത്. നിരവധി കേസുകളിലെ പ്രതികളുണ്ട് എന്നാണ് പറയുന്നത്. അന്ന് പിടിയിലായ പ്രതികളും സമാനമായ രീതിയിൽ ഈ മേവാത്ത് ഗ്രാമത്തിൽ നിന്നായിരുന്നു വന്നിരുന്നത്. അവരെ പക്ഷേ തമിഴ്നാട് പോലീസിന് പിടികൂടാനായി 20 ലക്ഷം രൂപ പിന്നീട് കണ്ടെടുക്കാനൊക്കെ തമിഴ്നാട് പോലീസിനായി. തൃശ്ശൂരിലും സമാനമായ രീതിയിൽ ഒരു ATM കവർച്ച ഉണ്ടായിരുന്നു. അതും ഈ സംഘമാണോ എന്ന് അറിയില്ല. കൂടുതൽ കേരള പോലീസ് ഇപ്പോൾ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ കവർച്ചകൾ കേരളത്തിൽ നടത്താൻ പദ്ധതി ഉണ്ടായിരുന്നോ എന്നാണ് സംശയിക്കുന്നത്. കാരണം കേരളത്തിൽ
സ്ഥലത്തിലേക്ക് ഇതിനു മുൻപും ഈ 3-അംഗ സംഘം ലോഡുമായി വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം വരിക, അതിനുശേഷം കൃത്യമായ രീതിയിൽ ഈ സ്ഥലങ്ങളെല്ലാം നോക്കി വെക്കുക, പിന്നീട് വാഹനം മോഷ്ടിക്കുക, ആ വാഹനം മോഷണശേഷം ഈ ATM കവർച്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് മാറ്റിക്കളയുക എന്നതാണ്. അവർ പെട്ടെന്ന് തന്നെ ലോറിയിൽ മടങ്ങുന്നു, ആരും തന്നെ സംശയിക്കില്ല. എന്തെങ്കിലും ലോഡ് ഉണ്ടാകും, കണ്ടെയ്നറിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാകും. പോലീസിനെ കാണുമ്പോൾ കൃത്യമായ രീതിയിൽ ബില്ല് പോലീസിന് നൽകും. അപ്പോൾ പോലീസിന്റെ പരിശോധനകളെല്ലാം പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് ബോർഡർ കടക്കും. അങ്ങനെ ഈ തിരുട്ട് ഗ്രാമത്തിലേക്ക് പോയാൽ പിന്നീട് ഇവരെ കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും ഉണ്ടാകില്ല. ഏതാണ്ട് ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം ഇത്തരമൊരു കവർച്ച നടത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു 6 മാസത്തേക്ക് ഈ ഒരു സംഘത്തിലെ ഒരു വിഭാഗം ആളുകൾ പിന്നീട് വരില്ല എന്നാണ് പറയുന്നത്. എന്തായാലും കേരളത്തിലേക്ക് ഈ പോലീസ്, ഗുരുവാരപ്പള്ളി പോലീസ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. CIയുടെ നേതൃത്വത്തിലുള്ള 3 പേരടങ്ങുന്ന പോലീസ് സംഘം ഇപ്പോൾ അവിടെ ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട് പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അവരെ ഇന്ന് അവിടെ റിമാൻഡ് ചെയ്യും. തുടർന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ ശേഷം ഇവിടേക്ക് കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും പോലീസ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നൽകുന്നത്. ATM കവർച്ചയായിരുന്നു ഉദ്ദേശം. അത് കേരളത്തിൽ ശ്രീജിത്ത്, ഗുരുവാരപ്പള്ളിയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങളുമായി ചേർന്നത്.